രമ, ഈ ബംഗാളിൽ BJP സർക്കാർ വന്ന ശേഷം ഇവിടുന്ന് വോട്ട് ചെയ്യാൻ പോയ ബംഗാളികൾ പോലും തിരിച്ചു വന്നിട്ടില്ല. ഇവിടെ പല മേഖലകളും, കേരളത്തിൽ പല തൊഴിൽ മേഖലകളിലും ബംഗാളികളുടെ എണ്ണം കുറഞ്ഞു, പോയവർ തിരിച്ചു വന്നിട്ടില്ല എന്ന വാർത്ത ഉണ്ടായിരുന്നു. എന്നാലും ചിലർ വന്നെന്ന് പറയുന്നു. അവരെ കൂടെ ഇപ്പോൾ തിരിച്ച് ബംഗാൾ വിളിക്കുന്നു മടക്കി വിളിക്കുന്നു എന്നൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? സത്യമാണ്. ഇവിടെ സുവേന്ദു അധികാരി മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ വലിയൊരു പ്രഖ്യാപനങ്ങളിലൊന്നാണ് മക്കളെ മടങ്ങി വരൂ എന്ന തരത്തിൽ. അതിന് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം BJP അവിടെ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് അവരുയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, ഇവിടെ നാട്ടിൽ തൊഴിലില്ല, അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർ മറ്റ് സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ടി വരുന്നു. അവിടെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ കേരളത്തിലടക്കം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചവരിലേറെയും. അപ്പോൾ അങ്ങനെ പോയി മരിക്കേണ്ട ഗതികേടുണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാത്തത് കൊണ്ടാണെന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിയവരാണ് BJP-ക്കാർ. അപ്പോൾ അവർ അധികാരത്തിലോട്ട് വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അത് സിക്കിമിലാണ്. സിക്കിമിൽ സാംചി എന്ന് പറയുന്ന തുരങ്ക നിർമ്മാണ സ്ഥലത്ത് ഒരു അപകടം ഉണ്ടായി. 25 പേർ മരിച്ചു. അതിലൊരു മലയാളിയാണ്. ആ മരിച്ചതിൽ 11 പേര് ബംഗാൾ സ്വദേശികളാണ്. അപ്പോൾ BJP-ക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ളവർ അവർ നേരത്തെ ഉന്നയിച്ച വിമർശനം നേരെ തിരിച്ചങ്ങോട്ട് കൊടുത്തു. തൊഴിലില്ല, നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതാ ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത്, എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ പിന്നെ സുവേന്ദു അധികാരി പിന്നെ ഒന്നും നോക്കിയില്ല. ഇവിടുന്ന് ജോലി തേടി പോയവരെല്ലാവരും തന്നെ മടങ്ങി വരണം. അങ്ങനെ മടങ്ങി വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് പ്രശ്നം തൊഴിലാണെങ്കിൽ ആ തൊഴിൽ ഞങ്ങൾ ഉറപ്പു തരാം. ഇതാണ് സുവേന്ദു അധികാരി പറയുന്നത്. അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമുൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ക്ഷീര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അമുൽ ബംഗാളിൽ ഒരു വലിയൊരു ഐസ്ക്രീം പ്ലാന്റ് സ്ഥാപിക്കാൻ വരുന്നു. അപ്പോൾ അവിടെ കുറച്ചധികം ജീവനക്കാരെ നിയമിക്കേണ്ടി വരും. അതൊന്ന്. പിന്നെ ബംഗാളിൽ കാർഷിക മേഖലയാണ്. നെല്ല് ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നെങ്കിൽ ചിലയിടത്ത് തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ അവിടെ ഏതാണ്ട് 25ഓളം തേയിലത്തോട്ടങ്ങളുള്ളതിൽ 12 എണ്ണം ഇപ്പോൾ 25ഓളം തേയിലത്തോട്ടങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. അതിൽ 12 എണ്ണം 2 മാസത്തിനകം തുറന്ന് പ്രവർത്തിക്കും. അപ്പോൾ അവിടെ തൊഴിൽ സാധ്യതയുണ്ട്. ഇനി വരുന്ന ഇപ്പോൾ കുടുംബമായിട്ടുള്ളവരിൽ വരുന്നവർ പുരുഷന്മാർ തൊഴിലിന് പോയാൽ സ്ത്രീകൾക്ക് മാസം 3000 രൂപ വീതം കിട്ടാനായിട്ട് അന്നപൂർണ യോജന എന്ന് പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അവർ നടത്തിയിരുന്നു. അപ്പോൾ അതുണ്ട്. പിന്നെ ഒരു തൊഴിൽ കാർഡ് അങ്ങോട്ട് ഇറക്കും. അതുപ്രകാരം ഒരാൾക്ക് കുറഞ്ഞത് 125 ദിവസത്തെ തൊഴിൽ സംസ്ഥാന സർക്കാർ ഉറപ്പ് കൊടുക്കും. ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ വകയായിട്ട് സൗജന്യ റേഷൻ, പിന്നെ ആയുഷ്മാൻ സ്കീമെന്നും പറഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുണ്ട്. ഇനി അതിൽ ഉൾപ്പെടാൻ പറ്റാത്തവരുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുണ്ട്. ഇതും പോരാത്തതിന് അവിടെ വലിയ രീതിയിൽ, അതായത് സംസ്ഥാന സർക്കാർ വികസന മുന്നേറ്റം എന്ന രീതിയിലൊരു മുദ്രാവാക്യവും ആയിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള തൊഴിൽ സാധ്യതകളുണ്ട് എന്നാണ് BJP അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ബംഗാളിനെ കുറിച്ചൊരു പൊതുചിത്രം അറിയാം. എന്തുകൊണ്ട് അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ജോലി എടുക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ, ബംഗാൾ ഒരു കാലത്ത്, അതായത് ഇവിടെ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന സമയത്ത് കൊൽക്കത്ത നഗരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ വലുതായിരുന്നു. എന്നാൽ അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ബ്രിട്ടീഷ് കാലത്തുള്ള എല്ലാ സ്റ്റൈലും ആദ്യം വരുന്ന കൊൽക്കത്തയിലാണെന്ന്. അതേ നിലവാരം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതാണ് ഇപ്പോഴത്തെ വാസ്തവം. പുതിയതായിട്ടുള്ള വ്യവസായശാലകളൊന്നും വന്നില്ല. പിന്നെ പതിറ്റാണ്ടുകളോളം അവിടെ ഭരിച്ചത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാർക്ക് സംരംഭകരോട് അവിടുത്തെ വലിയ വിയോജിപ്പായിരുന്നു. മുതലാളിമാരോട് നയം അതായിരുന്നു. പിന്നീട് വൈകിയാണെങ്കിലും അവർ തിരിച്ചറിഞ്ഞു ഇവിടെ വ്യവസായശാലകൾ ഉണ്ടാകാതെ നിലനിൽക്കില്ല ഈ നാട്. അങ്ങനെ നിർബന്ധിതമായി, അതായത് 10-20 വർഷത്തെ മുരടിപ്പ് ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നന്ദിഗ്രാം സൃഷ്ടിക്കപ്പെട്ടത്. പെട്ടെന്ന് വ്യവസായവൽക്കരണം നടപ്പിലാക്കാൻ വേണ്ടി. അപ്പോൾ അന്ന് അതിനെതിരെ സമരം ചെയ്ത ആളാണ് മമതാ ബാനർജി. ഇവിടെ ഇതിന് പാവപ്പെട്ടവരെ അടിച്ചിറക്കുന്നു, അതിലൂടെ നേട്ടം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം അധികാരത്തിൽ വന്ന മമതാ ബാനർജിക്കും നിർബന്ധിത വ്യവസായവൽക്കരണത്തിന് വേണ്ടി തുനിയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവർക്കൊരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വന്ന BJP സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, ഇവിടെ വ്യവസായങ്ങൾ ഉണ്ടായേ പറ്റൂ. ഈ നാട് നിലനിൽക്കണമെങ്കിൽ കൃഷി അഭിവൃദ്ധിപ്പെടണം. മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് അല്ലെങ്കിൽ മറ്റ് നാടുകളിൽ ജോലിക്ക് പോയി അഭയാർത്ഥികളായി കഴിയുന്നതിലും ഭേദം ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാധ്യതകൾ നിർമ്മിക്കപ്പെടണം
എന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ BJP സർക്കാർ അവിടെ പോകുന്നത്. അപ്പോൾ അവർ പരമാവധി ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അവരുടെ നയം എന്ന രീതിയിൽ പറഞ്ഞേക്കുന്നത്. ഇനി അവരുടെ തന്നെ കണക്കനുസരിച്ച് ഏതാണ്ട് ബംഗാളിലെ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഔദ്യോഗികമായിട്ട് 22.5 ലക്ഷം പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി എടുക്കുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗികമായിട്ടിത് 60 ലക്ഷമുണ്ട്. ഇപ്പോൾ ഇവരുടെ മുഖ്യ വിളനിലങ്ങളിൽ ഒന്നാണ് കേരളം. ഇപ്പോൾ കേരളത്തിലെ റെസ്റ്റോറൻറ്റുകൾ എടുത്താൽ ഇവിടെ നമ്മുടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത 1 ലക്ഷത്തോളം റെസ്റ്റോറൻറ്റുകളിൽ 90% റെസ്റ്റോറൻറ്റുകളിലും പണിയെടുക്കുന്നത് ഇതര സംസ്ഥാനക്കാരാണ്. ആ 90% ഇതര സംസ്ഥാനക്കാരിൽ 50%-ലധികം ബംഗാളികളാണ്. പിന്നെ വലിയൊരു ശതമാനം അസം സ്വദേശികളാണ്. ഇനി അത് ഹോട്ടൽ മാത്രമല്ല, കൺസ്ട്രക്ഷൻ മേഖലയിൽ, നിർമ്മാണ മേഖലയിലും ഇതേപോലെ. ഇനിയിപ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ നാട്ടും പുറത്തുള്ള ഇറച്ചി വെട്ട് കടകളിലോ മീൻ വിൽപ്പനശാലകളിലോ പോലും ബംഗാളികളായിട്ടുള്ളവർ പണിയെടുക്കുന്നുണ്ട്. എന്തും പോട്ടെ, ഒരു കാലത്ത് 80കളിൽ ആണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു തൊഴിലാളികളായിട്ട് വരുന്നത്. ആദ്യം വന്നു തുടങ്ങിയ തമിഴന്മാരും കർണാടകക്കാരുമായിരുന്നു. അവരിപ്പോൾ ഒതുങ്ങി. ഏതാണ്ട് 99-2000 സമയത്താണ് നമ്മുടെ നാട്ടിലേക്ക് ഈ ഹിന്ദി സംസാരിക്കുന്നവർ, ഹിന്ദിക്കാർ വരാൻ തുടങ്ങിയത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹിന്ദി സംസാരിച്ചാലും തമിഴ് സംസാരിച്ചാലും അസാമീസ് സംസാരിച്ചാലും ഒഡിയ സംസാരിച്ചാലും നമ്മളെല്ലാവരും അവർ കോമൺ ആയിട്ട് വിളിക്കുന്ന ബംഗാളി എന്നാണ്. കാരണം ബംഗാൾ ആ രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. ഇനി എന്തുകൊണ്ട് ഈ ബംഗാളിൽ നിന്നുള്ളവർ ഇങ്ങോട്ടേക്ക് വരുന്നു? കാരണം അവിടെ തൊഴിലില്ല, അടിസ്ഥാന പ്രശ്നം അവിടെയാണ്. ഇനി അവരുടെ ഒരു പ്രതിശീർഷ വരുമാനം ഒന്ന് നോക്കുക. എന്തുകൊണ്ട് അവിടെ ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്നതാണല്ലോ നമ്മൾ പറയുക. പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്ന വരുമാനം 1,71,000 മുതൽ 1,81,000 ആണ് ബംഗാളിലെ പ്രതിശീർഷ വരുമാനം. അപ്പോൾ അതിൽ സമ്പന്നരും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെന്ന് കരുതുക. അതിൽ ഒരാൾ 50-50 മേടിക്കുന്നു, ബാക്കിയുള്ള എല്ലാവർക്കും 10ഉം 20ഉം ഒക്കെയാണ് മാർക്കെന്നും കരുതുക. പക്ഷെ ഒരു ആവറേജ് എടുക്കുമ്പോൾ ശരാശരി മാർക്ക് ഒരു 25-30 ആകും. കാരണം ഒരു കുട്ടിക്ക് ഫുൾ മാർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രതിശീർഷ വരുമാനം എടുക്കുന്നതിലും ആ ഒരു സംഗതിയുണ്ട്. കാര്യം ഈ കൂട്ടത്തിൽ ധനാഢ്യന്മാരായിട്ടുള്ളവരും ഉണ്ടാകും, തീരെ ദരിദ്രന്മാരുമായിട്ടുള്ളവരും ഉണ്ടാകും. അപ്പോൾ ആ ഒരു ആവറേജ് എടുക്കുമ്പോൾ അമിതമായി കാശുള്ളവൻ്റെയും കൂടി ആവറേജ് വരുമ്പോഴാണ് ഈ 1,71,000 വരുന്നത്. അതിൻ്റെ അർത്ഥം അവിടെ ഉള്ള ഒരാൾക്ക് ഒരു വർഷം 1,71,000 രൂപ കിട്ടുന്നു എന്ന അർത്ഥമില്ല. കോമൺ ആയിട്ട് അതെ, അവിടെ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവരും ഉണ്ടാകും. ഇനി രാജ്യത്തിന്റെ കണക്കെടുത്താൽ രാജ്യത്തെ പ്രതിശീർഷ വരുമാനം 2,12,000 മുതൽ 2,35,000 വരെയാണ് രാജ്യത്തെ മൊത്തം കണക്ക്. ഇനി കേരളത്തിന്റെ നോക്കിയാൽ രാജ്യ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിൽ. കേരളത്തിലെ പ്രതിശീർഷ വരുമാനം 2.5 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബംഗാൾ പോലെയുള്ള അതിദാരിദ്ര്യ അവസ്ഥയിൽ കഴിയുന്നവർ കേരളത്തിലോട്ട് തേടി വന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇനി അവിടുത്തെ പ്രതിദിന വേതനം എങ്ങനെയാണെന്ന് നോക്കണം. ബംഗാളിൽ ഇപ്പോഴത്തെ ഒരു ശരാശരി ഒരു ദിവസത്തെ കൂലി 375 മുതൽ 540 വരെയാണ്. എന്നാൽ കേരളത്തിൽ 500 മുതൽ 900 വരെയാണ്, ചിലപ്പോൾ 1000 കടക്കും. ഇതാണ് ഒരു ഏകദേശ ചിത്രം. അപ്പൊ സ്വാഭാവികമായിട്ടും വരുമാനം തേടി വരിക. അവരെ സംബന്ധിച്ച് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അവരുടെ ഗൾഫാണ്. തീർച്ചയായിട്ടും. പിന്നെ കേരളത്തില് ഇവരെ നമ്മൾ തൊഴിലാളികളായിട്ടല്ല, അതിഥി തൊഴിലാളികൾ എന്നല്ലേ വിളിക്കുക. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്ഷേമ പരിപാടികളും ചികിത്സാ സൗകര്യങ്ങൾ അടക്കമുള്ളവ കേരളത്തിൽ, മറ്റു സ്ഥലങ്ങളിൽ അതല്ല അവസ്ഥ. അപ്പൊ ഇപ്പൊ അവിടെ ബംഗാളിലെ BJP സർക്കാർ എടുത്തിരിക്കുന്നത് നമ്മളുടെ ഇവിടുന്ന് ഉപജീവനാർത്ഥം തേടി പോകുന്ന പലരും വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്, ചൂഷണങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്, അവഹേളനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്, പിന്നെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്നുണ്ട്. കാര്യം ഈ ലേബർ ക്യാമ്പുകൾ എന്നൊക്കെ പറയുന്നത് ചിലക്ക് വളരെ മോശമായിരിക്കും. അപ്പൊ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കിയിട്ട് അന്തസ്സ് വീണ്ടെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു നയം. ഇനി വേറൊരു കണക്ക് കൂടി പറയാം. കേരളത്തിൽ നിന്ന് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒരു വർഷം നേടുന്ന പണം എന്ന് പറയുന്നത് 60,000 കോടി രൂപയാണ്. അതിൽ 20,000 കോടി മാത്രമേ ഇവിടെ ചെലവഴിക്കുന്നുള്ളൂ. ബാക്കി 40,000 കോടി കേരളത്തിൽ നിന്ന് ഇപ്പം നമ്മൾ ഗൾഫിൽ പോയി സമ്പാദിക്കുന്നത് പോലെ അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ബംഗാൾ പോലെയുള്ള സ്ഥലങ്ങൾ, അവിടെ പരിമിതമായ വ്യവസായങ്ങളേ ഉള്ളൂ, പരിമിതമായ കൃഷിയേ ഉള്ളൂ, കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ട്,
കൃഷി ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ മഴയും പ്രശ്നമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ നാടിനെ ഇപ്പോൾ നിലനിർത്തുന്നത് ഈ കേരളത്തിൽ നിന്നുള്ള പണമാണ്. ഇപ്പോൾ അവർ 20,000 കോടി രൂപയുടെ ചെലവാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവർ ഇവിടുന്ന് മടങ്ങിപ്പോയാൽ നമ്മളെ അത് ഗുരുതരമായി ബാധിക്കുക. തൊഴിൽ ഓക്കെ, നമുക്കതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ആൾക്കാരെ വെക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ കേരളത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടാകാൻ പോകുന്നത് ഈ കച്ചവട സ്ഥാപനങ്ങളിലാണ്. കാരണം ഇപ്പോൾ ഒരുവിധപ്പെട്ട നമ്മുടെ ഒരു വാങ്ങൽ സംസ്കാരം എന്ന് പറയുന്നത് ഷോപ്പിംഗ് മാൾ സംസ്കാരമായിട്ട് മാറി. ഷോപ്പിംഗ് മാളിൽ പോകാൻ പറ്റാത്തവർ ഒരു പരിധി വരെ ഓൺലൈൻ ആയിട്ട് വാങ്ങാൻ തുടങ്ങി. അപ്പോൾ ഈ സാധാരണ നാട്ടുമ്പുറങ്ങളിലെ കടകൾ അല്ലെങ്കിൽ ചന്തകൾ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇവരെ പോലുള്ളവരെ കൊണ്ടാണ്. കാര്യം ഇവർ നേരെ പോയി ആഴ്ചയ്ക്ക് പോയിട്ട് ഉരുളക്കിഴങ്ങും അരിയാണ് മെയിൻ, പിന്നെ പരിപ്പ്, എന്തും ആയിക്കോട്ടെ, വില കുറഞ്ഞ സാധനങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി മാത്രമുള്ള വിപണികൾ നിരന്തരമുണ്ട്. ഇപ്പൊ ഇവര് കൂട്ടത്തോടെ മടങ്ങിയാൽ അത് ഏറ്റവും വലിയ ആഘാതം ഉണ്ടാകുന്ന നിർമ്മാണ മേഖലയ്ക്കല്ല, ലോട്ടറി മേഖലയെ അവരെ ബാധിക്കും. അതെ, നിർമ്മാണ മേഖല ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഈ ചെറുകിട കച്ചവടക്കാരുടെ വരുമാനത്തെ ആയിരിക്കും ബാധിക്കാൻ പോവുക. കാര്യം നമ്മുടെ രീതികളൊക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം, ഈ ചില തൊഴിലുകൾക്ക് അവരേ ഉള്ളൂ. വേറെ പണ്ട് മലയാളികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ സ്കിൽഡ് ലേബർ. അതെ അതെ. കാരണം ഇപ്പോൾ മരം കയറാൽ, മരം വെട്ടൽ, തേങ്ങ വിരിക്കൽ, അതേപോലെ പുല്ലുവെട്ടൽ ഒക്കെ അവരാണ്. കാരണം നമ്മുടെ ആൾക്കാർ അത് വരുമാനം കിട്ടുമെങ്കിലും നമ്മുടെ എന്താ പറയുക, ദുരഭിമാന ബോധം അതൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ വിദേശത്തോ ഗൾഫിലോ പോയി പണിയെടുക്കാൻ നമുക്കൊരു യാതൊരു മടിയില്ല. കാര്യം നമ്മളാരും അവിടെ കാണുന്നില്ലല്ലോ. അപ്പോൾ വല്ലാണ്ട് ദുരഭിമാന ബോധം കൊണ്ട് അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബ് ആ ഒരു സംസ്കാരം വല്ലാണ്ട് പിന്തുടരുന്നവരാണ് നമ്മൾ. ആ മേഖലയിലോട്ടാണ് ഇവർ കടന്നു വന്നത്. പക്ഷേ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ അതിലടക്കം ഇവരോട് ഏറ്റവും വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഇവരാണെന്നാണ് നമ്മുടെ ഒരു പൊതുബോധം. എന്നിട്ട് പോലും ഇവരോട് വളരെ സൗമ്യമായിട്ടാണ് ബോധവൽക്കരണ പരിപാടികളിലടക്കം സംസാരിക്കുന്നത്. അതിൻ്റെ കാരണം ഇവർ കൂട്ടത്തോടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അതെ, നമ്മുടെ തൊഴിൽ മേഖലയിൽ വലിയ വെല്ലുവിളി ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ഇതേപോലുള്ള ബിസിനസ് സംരംഭങ്ങളെയും, ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ, കടകൾ, അവരെയും വല്ല രീതിയിൽ ബാധിക്കും.